മരിച്ചിനീനെ മുറിച്ച് ഒഴിക്കാം. മരിച്ചിനി മുറിച്ച് ഒഴിച്ച് ഉടങ്കല്ലി മുളക് ചമ്മന്തി. നമുക്ക് ഇങ്ങനെ മുറിച്ചിടാം. കംപ്ലീറ്റ് മുറിച്ച് ഇതാക്കിയിട്ട് കാണാം. മരിച്ചിനിയെല്ലാം കൊത്തി ഈ പരുവത്തിന് ആക്കിയിട്ട് കഴുകി നമുക്കിനി വേറൊരു പാത്രത്തിൽ വേവിക്കാൻ വയ്ക്കാം. കഴുകി വൃത്തിയാക്കി നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി വെന്തിട്ട് കാണാം. അടപ്പിട്ട് അടച്ച് വയ്ക്കാം. നമുക്ക് മരിച്ചിനി ഓരോ പരുവായെന്ന് നോക്കാം. മരിച്ചിനി അരപ്പരുവായിട്ടുണ്ട്. നമുക്കിതിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ആ മരിച്ചിനിക്കകത്ത് ഉപ്പ് പിടിച്ചോളും. ശക്കല നേരം കൂടി ഇരുന്ന് മതി. മരിച്ചിനി ഏതാണ്ട് ആയിട്ടുണ്ട്. നമുക്ക് ആ നേരം നമുക്ക് ചമ്മന്തിക്കുള്ളത് ശരിയാക്കാം. മിക്സിയുടെ ജാറിനകത്ത് ചെറിയ ഉള്ളിയും സവാളയും കൂടി ഇട്ട് കൊടുക്കണം അരയ്ക്കാൻ. മുളക് ചമ്മന്തി ഉണ്ടാക്കാനാണ്. ഈ ഒരു മുളകും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ശകല ഒരു ചുള ചെറിയൊരു ചുളപ്പുളി. എരിവുള്ള ഉടങ്കരി മുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. നമുക്ക് ചില ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു പച്ചമുളകും കൂടി ഒന്ന് ഒടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നല്ലപോലെ ആയിട്ടുള്ള മുളകിൻ്റെ നല്ല എരിവ് മണം. ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചാലിച്ച് കഴിക്കാം. നമുക്ക് ശകലം ഇതിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല എരിവുണ്ട്, അതാണ് ഇത്രയും വീത്തണത്. ഇനി എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വെള്ള കളറിലിരിക്കണമെന്ന് വെച്ചാൽ സവാള കൂടുതലാണ്, അതുകൊണ്ടാണ്. അതുകൊണ്ട് മുളക് ഞാൻ കുറച്ചായിട്ടുള്ളൂ, നല്ല എരിവുള്ളതായിട്ട്. കറക്റ്റ്. നല്ല മരിച്ചിനിയും നല്ല മുളക്, കാന്താരി മുളക്, ഉടങ്കല്ലി മുളക്, അതുമായിട്ട് ഒരു പിടി പിടിച്ച് നോക്കാം. ഉടങ്കല്ലിയും ചെറിയ ഉള്ളി, വേറെ എന്തിനാണ് ചില ഉപ്പ്, അത്ര തന്നെ, പച്ചമുളക്, ഇത്രയും കൂടി ചേർത്താണ് ഇത് ചമ്മന്തി ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സൂപ്പർ മരിച്ചിനി. കൊള്ളി എന്ന് പറയും, മരിച്ചിനി എന്ന് പറയും, കപ്പയെന്ന് പറയും. കൊള്ളാം, സൂപ്പർ. കാഴ്ചകളാണ്. പോകുന്ന റോഡാണത്. അപ്പം ഓണത്തിൻ്റെ തിരക്കുകൾ എവിടെ വരെ എത്തിയെന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഈ ഭാഗത്തൊക്കെ തുണികളൊക്കെ ഇഷ്ടംപോലെ ഇറക്കിയിട്ടുണ്ട്. അവിടെ ഒരു ടയർ കട, കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ നമ്മുടെ തുണിക്കടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് സംഭവം. ബാക്കി എന്താണെന്ന് നമ്മൾ പോയി നോക്കാം. നല്ല സെറ്റപ്പാകുന്ന റോഡാണ്. അതുകൊണ്ട് തിരക്കല്ല. പിന്നെ കടകൾ ഇപ്പം ഞായറാഴ്ച ആകുമ്പോൾ തിരക്കൊക്കെ കുറവാണ്. കടകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ ഈ സൈഡിലൊക്കെ തട്ടുകടകളൊക്കെ. നല്ലൊരു പച്ചക്കറി കടയുണ്ട്.
എന്നാലും ഇടയ്ക്ക് മറക്കിയൊക്കെ തുണികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, തുണിക്കടകളൊക്കെ ഉണ്ട്. തേങ്ങ എത്ര? 80 രൂപ ഒരു കിലോ. 80 രൂപ കിലോ 80 രൂപ. ഒരു കിലോ 80 രൂപ. തേങ്ങ ആ തേങ്ങ എടുക്കുന്നതിന് 20 വാങ്ങിക്കുന്നവർ വാങ്ങിക്കും. എന്തെന്ന് ചോദിച്ചാൽ വേറൊന്നുമില്ല, ഈ കട്ടി തന്നെ ഉള്ളത്, ഈ കട്ടി കുറഞ്ഞ കട്ടി നല്ല കട്ടിയുള്ള ഉള്ളു, നല്ല കട്ടിയുണ്ടെന്നാണ് പറയുന്നത് അല്ലേ? നമ്മൾ തേങ്ങ വാങ്ങിച്ചു. രാത്രി സമയമായി, അതുകൊണ്ട് അത്ര ക്ലിയർ ഇല്ല. നോക്കാം, അടുത്ത് അങ്ങോട്ട് ആ ഭാഗങ്ങളൊക്കെ നമുക്ക് പോയി നോക്കാം. നമ്മൾ നേരെ